ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ തമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അപ്പച്ചനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാലഡ്. ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം കാരണമുണ്ട്. ഇപ്പോൾ നവംബർ മാസം അപ്പച്ചൻ മരിച്ചിട്ട് 2 വർഷമായി. എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിലെ ഓർമ്മകളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. ഒരു ചെറിയ ഹോം സിക്നെസ് എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ എനിക്കിപ്പോൾ ഈ അടുത്ത് അപ്പച്ചൻ്റെ ഓർമ്മ ദിവസത്തിൽ ഇങ്ങനെ കുറേ അപ്പച്ചൻ ചെയ്ത കുറേ കാര്യങ്ങൾ എനിക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ. അപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അപ്പച്ചന് മീനില്ലാതെ ഒരു ദിവസം പോലും ചോറിറങ്ങില്ല. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ മീൻ കഴിച്ച് മടുത്ത്, എൻ്റെ ചെറുപ്പത്തിലെ കാര്യമാണ് പറയണേ. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ മീനുണ്ടാവും. അപ്പച്ചന് ഇറച്ചിയൊന്നും അത്ര നിർബന്ധമില്ല, പക്ഷെ മീൻ അപ്പച്ചന് എന്നും നിർബന്ധമാണ്. അങ്ങനെ ഇരിക്കലേ ഈ രാത്രി ആകുമ്പോൾ ഇടയ്ക്ക് അമ്മയുടെ അടുത്ത് പറയും, ആ തക്കാളി സർലാസ് ഒന്നും ഉണ്ടാക്കി. അപ്പം എൻ്റെയൊക്കെ ചെറുതിൽ അത് കേൾക്കുമ്പോൾ ഞാൻ തക്കാളി സർലാസ് അതെന്താ അങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. അപ്പച്ചനാണെങ്കിൽ 7:30 ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കും. ഞങ്ങളൊക്കെ കുറച്ച് വൈകിട്ടാണ് കഴിക്കുക. അപ്പച്ച കുറച്ച് നേരത്തെ കഴിക്കുന്ന ആളായിരുന്നു. അപ്പം കഴിക്കുമ്പോൾ മീൻകറി ഉണ്ടെങ്കിൽ കൂടി തക്കാളി സർലാസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും. ഒരു 2 മിനിറ്റ് പോലും വേണ്ട, അപ്പോഴേക്ക് സാധനം റെഡിയാവും. അപ്പോൾ ഒരു ദിവസം ആൾ ഇതിന് പറയണത് തക്കാളി സർലാസ് ഒന്ന്. അപ്പം ഞാനിത് എന്ത് തക്കാളി സർലാസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് പോയി നോക്കിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് കുറച്ച് ടേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അപ്പച്ചി ചീത്ത പറയും, നിനക്ക് വേണമെങ്കിൽ നീ വേറെ ഉണ്ടാക്കിയാൽ മതി, അങ്ങനെ തരുന്നില്ല. അപ്പം ഞാൻ അതിൽ നിന്ന് പോയിട്ട് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട്, പക്ഷേ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒന്നുമില്ലേ, പക്ഷേ വളരെ ടേസ്റ്റ്. നമുക്ക് മീൻകറി ഒന്നും വേണ്ട ചോറുണ്ടാനായിട്ട്, അത് മാത്രം മതിയിട്ടോ. ഒട്ടുമിക്ക ദിവസങ്ങളിൽ അപ്പച്ചൻ അത് അമ്മയെ കൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളും അതിൻ്റെ ലവേഴ്സായി. ഞാനും ഇടയ്ക്കൊക്കെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ആ സാലഡ് എനിക്ക് വീട്ടിൽ ഞങ്ങളൊക്കെ ആയപ്പോഴേക്ക് സാലഡ് എന്നായി, സർലാസ് എന്നൊന്നും പറയില്ല. അങ്ങനെ സാലഡ് എനിക്കിപ്പോൾ ഈ മാസത്തിൽ തന്നെ അപ്പച്ചൻ്റെ ഓർമ്മയിൽ ഉണ്ടാക്കാനൊരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഈസി സാലഡാണ്, എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം സാലഡ് തയ്യാറാക്കാം. ഈസി ആയിട്ടുള്ള സാലഡാണ് കേട്ടോ ഈ ടൊമാറ്റോ സാലഡ്. ഒന്നുമില്ല അതിൽ, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. ഒരു ടൊമാറ്റോ എടുക്കുക, ഒരു സവാള എടുക്കുക, ചെറിയ വീട്ടിലുള്ള പച്ചമുളകാണ് കൂടുതൽ യൂസ് ചെയ്ത് കേട്ടോ. അത് ഇടുക, കറിവേപ്പില ഇടുക, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണയും. അപ്പച്ചന് അതിലൊരു സ്പൂണ് വിനാഗിരിയും കൂടി ചേർക്കാൻ പറയണ കേൾക്കാം. അതെന്തിനാണ്? പുളിക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അതും കൂടി ചേർത്തിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി, അന്ന് മല്ലിയിലൊന്നും അങ്ങനെ ഇടില്ല, കറിവേപ്പില തന്നെയാണ് കൂടുതൽ. പിന്നെ വെളിച്ചെണ്ണ വീട്ടിലത്തെ ആയതുകൊണ്ട് നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ 1 സ്പൂൺ അത് ഒഴിക്കുന്നിട്ട് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യും. സംഭവം സെറ്റ്. വേറെ പരിപാടി ഒന്നുമില്ല. പരിപാടി കഴിഞ്ഞു. നന്നായി മിക്സ് ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ടൊമാറ്റോ സാലഡ്. അപ്പോൾ ഇത് കൂട്ടി നമുക്ക് ചോറിൻ്റെ കൂടെ കിടലൻ കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് ചോറിൻ്റെ കൂടെയല്ല, അതുകൊണ്ട് ഞാൻ അധികം കൊതിപ്പിക്കുന്നില്ല. ഇത് ചോറിൻ്റെ കൂടെയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. For the love, for the love, for the love, for the love.